ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദീപ്തി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ ദീപ്തിയെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആകാശ്. അപ്പോൾ ലാവണ്യ വന്നിട്ട് അല്ല അതാരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പം അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഈ മനോരമ ആഹാ മോൾക്കതാരാണെന്ന് മനസ്സിലായില്ലേ, അതാണ് ദീപ്തി, ഈ ശ്രുതിയില്ലേ, ശ്രുതിയുടെ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ശ്രുതിയുടെ ചേച്ചിയാണ്. ശ്രുതിയോ? ഓ, ആ കാർട്ടൂൺ ബേബിയാണല്ലേ? കാർട്ടൂൺ ബേബിയോ? ആഹാ, അത് കൊള്ളാലോ. ശരിയാണ്ടോ, ആ പെണ്ണിന് കാർട്ടൂൺ ബേബി എന്നുള്ള പേര് ചേരും. ശരിക്കും ഒരു കാർട്ടൂൺ പോലെ തന്നെ. അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലിക്ക് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. ലാവണ്യാണെങ്കിൽ ഭയങ്കര ചിരിയും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതി നേരെ ദീപ്തിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ദീപ്തിയുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്താ ശ്രുതി ഇന്ന് ഇത്ര ലേറ്റായത് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ചേച്ചി എനിക്ക് ചെറിയൊരു ക്ഷീണം. അയ്യോ മോളെ ശ്രുതി, എന്തെങ്കിലും പ്രശ്നമുണ്ട് നിനക്ക്? ഇല്ലേച്ചി, അത് ചെറിയൊരു ക്ഷീണം തോന്നിയതാ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേച്ചി. എങ്കിൽ വാ, നിന്നെ അഞ്ജലിമേട് അന്വേഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ് നമ്മുടെ ശ്രുതിയെ. അപ്പോൾ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലിക്കും ഭയങ്കര സന്തോഷം. ഏതായാലും നിങ്ങളിവിടെ വന്നല്ലോ, വളരെയേറെ സന്തോഷമുണ്ട്. അത് പിന്നെ ചേച്ചി, ഞങ്ങൾ താലം മനഃപൂർവ്വം മാറിയെടുത്തല്ല കേട്ടോ, അറിയാതെ മാറിപ്പോയതാണ്. ചേച്ചി ക്ഷമിക്കണം കേട്ടോ. അതൊന്നും സാരമില്ല. ഏതായാലും താലം കിട്ടിയല്ലോ. ഈ താലമേ നഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഞാൻ ആദ്യമായിട്ട് വ്രതം എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഏട്ടൻ എനിക്ക് മേടിച്ചു തന്നതാണ് ഈ താലം. ആ താലം നഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്ന് നമ്മുടെ അഞ്ജലി പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഒരു വല്ലാത്തൊരു സെൻറ്റിമെൻറ്റ്സ് തോന്നുകയാണ്. ഏതായാലും ഞങ്ങൾ പോട്ടെ. പോകാനോ? എന്തിനാ പോകുന്നേ? ഈ അമ്പലത്തിൽ തന്നെ വ്രതം മുറിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ നമ്മുടെ ദീപ്തി അതെ അഞ്ജലി സോറി ശ്രുതി, നമുക്കിനി ഇപ്പം ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും ഇവിടം വരെ വന്നു, നമുക്ക് ഈ അമ്പലത്തിൽ വെച്ച് തന്നെ വ്രതം മുറിച്ചാലോ? പൂജകളെല്ലാം നടക്കാനായിട്ട് പോവുകയല്ലേ. ഏതായാലും അഞ്ജലി മേഡവും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, ഈ അമ്പലത്തിൽ വെച്ച് വ്രതം മുറിക്കാമെന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആവാമെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്യാമിനെയാണ്. അപ്പോൾ ശ്യാമിന് ഭയങ്കര ടെൻഷനാണ്. ദീപ്തിയും അതേപോലെ തന്നെ ശ്രുതി അവിടെ നിന്ന് പോയോ എന്നുള്ളൊരു ടെൻഷൻ കൂടി വരികയാണ്. അപ്പോൾ ഈ ശ്യാം നേരെ അമ്മയെ വിളിക്കുകയാണ്. എന്താ ശ്യാം മോനെ, എന്താ വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അവർ എത്തിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇല്ല, അവരെത്തിയില്ല. ചിലപ്പോൾ പൂജകളുടെ തിരക്കായിരിക്കുമേ, അതുകൊണ്ടായിരിക്കും അവരെത്താത്തത്. അയ്യോ അവരെത്തിയില്ലല്ലേ? എന്താ ശ്യാം മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല അമ്മായി, ഞാൻ ചുമ്മാ അവരെത്തിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ചിലപ്പോൾ തിരക്കായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ വരാത്തത് എന്ന് ശ്യാമിനോട് പറയണം. അങ്ങനെ ശ്യാമ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് വെക്കുകയാണ്. ശ്യാമിനാണെങ്കിൽ ടെൻഷനോടോ ടെൻഷൻ. അങ്ങനെ നമ്മുടെ അതേപോലെ തന്നെ ദീപ്തിയും അതേപോലെ തന്നെ ശ്രുതിയും ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും പൂജകളെല്ലാം നടക്കണമല്ലോ. എല്ലാവരും ഇങ്ങനെ പറയുകയാണ് പൂജ ഇവിടെ തന്നെ വെച്ച് നടത്താമെന്ന്. അപ്പം ഈ ആകാശ് ഏതായാലും മൂത്തോര് പറയുന്നല്ലേ ശ്രുതി, മൂത്തോര് പറയുന്ന കാര്യങ്ങൾ ചിലതൊക്കെ അനുസരിച്ചെന്ന് വിചാരിച്ച് യാതൊരു കുഴപ്പവും ഇല്ലട്ടോ. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ഇവർ പൂജ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ മനോരമയ്ക്ക് അതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ മനോരമക്ക് ആ കരിശം വരുന്നു, ഇവരെയൊക്കെ എന്തിനാണ് ഈ പൂജയ്ക്ക് ക്ഷണിച്ച് ഇവിടെ നിർത്തിയതെന്നൊക്കെ ആലോചിച്ചാണ് ആകെ ടെൻഷൻ. അപ്പോൾ നമ്മുടെ ഈ അശ്വിൻ പറയുകയാണ് ചേച്ചി ഏതായാലും പൂജ നടത്തിയിട്ട് ചേച്ചിയുടെയും വ്രതം അവസാനിപ്പിക്കണം. വേണ്ട കുഞ്ഞാ, ഞാൻ പറഞ്ഞല്ലോ ഏട്ടൻ വരണം. ഈ പൂജയ്ക്ക് ഏട്ടൻ വന്നാൽ മാത്രമേ ഞാൻ പൂജ ആരംഭിക്കുകയുള്ളൂ, വ്രതം മുറിക്കുകയുള്ളൂ. ഏട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ ഈ വ്രതം മുറിക്കില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എൻ്റെ ഏട്ടൻ എൻ്റെ അടുത്ത് എത്തണം, എന്നാൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലിയും പോവുകയാണ്. അപ്പോൾ ഈ മനോരമയുടെ ഭർത്താവിനോട് ഇതെന്തിനാണ് അഞ്ജലി മോൾ അവരെല്ലാം പിടിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ മുന്നിൽ നമ്മുടെ അടുത്ത് കൂടെ ഈ പൂജയ്ക്കെല്ലാം പങ്കുകൊള്ളാനുള്ള സ്റ്റാറ്റസ് അവർക്കുണ്ടോ, യോഗ്യത അവർക്കുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട ഈ മനോരമയുടെ ഭർത്താവ് ഭഗവാന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്, അവരെ തരം കുറച്ച് കാണരുത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഓഹോ ലുക്ക് മോഹനേട്ടാ, ഇപ്പോൾ നിങ്ങൾ അവരുടെ പക്ഷത്താണോ? വേണ്ട, അതെനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അവരുടെ പക്ഷം പിടിച്ച് സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല. മനോരമേ, ഇനി ഇവിടെ വെച്ച് എന്നോട് തർക്കിക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് അങ്ങനെ പിന്നീട് ശ്യാമിനെ കാണിക്കുകയാണ്. അപ്പോൾ ശ്യാം നേരെ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. എന്താ ശ്യാം സാറെ വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതി
പൂജകളെല്ലാം കഴിഞ്ഞോ? നിങ്ങൾ പൂജയ്ക്ക് പോയോ? ഇല്ല ശംസാറെ, അഞ്ജലി മേഡം നിർബന്ധിച്ചത് കൊണ്ടേ ഞങ്ങൾ ഈ അമ്പലത്തിൽ തന്നെ പൂജ നടത്താമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് പൂജ ഉടനെ കഴിയും. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്യാമിനാകെ കലി വരികയാണ്. പക്ഷെ ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന് ചിന്തിച്ച് ശ്യാമ പിന്നീടൊന്നും മിണ്ടാൻ നിൽക്കുകയാണ്. ശ്യാം സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ട്? ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് പൂജ അവസാനിപ്പിക്കാനായിട്ട് നോക്ക്. വ്രതമെല്ലാം അവസാനിപ്പിച്ചിട്ട് പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക്. കൂടുതൽ താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി കിട്ടില്ല. പിന്നെ അതുമാത്രമല്ല, ഞാൻ അമ്മയെ വിളിച്ചിരുന്നു. അമ്മായി ഭയങ്കര ടെൻഷനിലാണ് നിങ്ങളെ കാണാത്തത് കൊണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പൂജ എല്ലാം തീർത്തിട്ട് നിങ്ങൾ പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ നോക്കാനും പറയുകയാണ്. ശരി സാറേ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് പൂജ എല്ലാം തീർത്തിട്ട് വീട്ടിലേക്ക് ചെല്ലാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ അഞ്ജലി വരികയാണ്. അപ്പോൾ അഞ്ജലി നേരെ അശ്വിനോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കണം. ഏട്ടൻ ഇതുവരെ എത്തിയില്ലല്ലോ കുഞ്ഞാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ എത്തുമെന്നേ. അതുമാത്രമല്ല, ചേച്ചിയുടെ വ്രതം ഒന്ന് അവസാനിപ്പിക്കാനായിട്ട് നോക്കി. ഇപ്പോഴത്തേനും ചേച്ചി ഭയങ്കര ടയേർഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏട്ടൻ വരാതെ അവസാനിപ്പിക്കില്ല എന്ന്. അപ്പോൾ ഈ കുഞ്ഞനാണെങ്കിൽ നേരെ ഏട്ടനെ വിളിക്കുകയാണ്. അപ്പോൾ ഏട്ടനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ ഇത് എവിടെയാണ് ഏട്ടൻ എത്താറായില്ലേ? ശരി, ഞാൻ ചേച്ചിയുടെ ഫോൺ കൊടുക്കാം എന്നും പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ് അഞ്ജലിയുടെ അടുത്ത്. ഏട്ടൻ എപ്പോഴാണ് എത്തുന്നത്? ഇപ്പം എത്തും എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇതുവരെ എത്തില്ലല്ലോ. എൻ്റെ രാജകുമാരി, ദേ ഞാൻ എത്തിക്കഴിഞ്ഞു. നിന്റെ തൊട്ടടുത്ത് ഞാൻ എത്തിക്കഴിഞ്ഞു. ഇനിതേ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ രാജകുമാരി എന്നും പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പം അഞ്ജലി അശ്വിനോട് പറയുകയാണ്, ദേ ഏട്ടൻ ഇവിടെ എത്തിയെന്നാണ് പറഞ്ഞത്. ഇപ്പോഴെങ്കിലും ചേച്ചിക്ക് സമാധാനമായില്ല, വാ എന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം അഞ്ജലിയും എല്ലാവരും കൂടി ഇന്ന് ഭയങ്കര പ്രാർത്ഥനയാണ്. ശ്രുതിയും എല്ലാവരും ഉണ്ട്, ഭയങ്കര പ്രാർത്ഥനയിലാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രസാദങ്ങളെല്ലാം തൊട്ട് കൊടുക്കുകയും ചെയ്യുകയാണ്. പക്ഷേ ഏട്ടൻ എത്തിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ അഞ്ജലി പുറകോട്ടൊക്കെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പ്രസാദമൊക്കെ കൊണ്ടുവന്ന് അഗ്നിയിൽ എല്ലാവരും തൊട്ട് വഴങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ ലാവണ്യം വരികയാണ്. ലാവണ്യം വന്നിട്ട് വ്രതം മുറിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമ്മുടെ ലാവണ്യം വന്നിട്ട് നേരെ അശ്വിനോട് പറയുകയാണ്, ഏതായാലും സാറേ, എൻ്റെ നെറ്റിയിലൊരു ചന്ദനം തൊട്ടുതാ, എൻ്റെ വ്രതം മുറിക്കണ്ടേ എന്നും പറഞ്ഞു. അങ്ങനെ ലാവണ്യയുടെ നെറ്റിയിൽ ചന്ദനക്കുറിയെല്ലാം തൊട്ട് കൊടുക്കുകയാണ് ഈ അശ്വിൻ. അങ്ങനെ ലാസ്റ്റ് അശ്വിനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് കെട്ടിപ്പിടിക്കുകയാണ് ലാവണ്യ. ഇതൊന്നും ശ്രുതിക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല. ശ്രുതിയുടെ പുറകെ തന്നെ നിൽക്കുന്നുണ്ട്. ശ്രുതിക്ക് അത് തീരെ ഇഷ്ടപ്പെടാത്ത കാര്യം തന്നെയാണ്. ഐ ലവ് യു സാറേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര ഷോ കാണിക്കുകയാണ് ഈ ലാവണ്യ. മനോരമയ്ക്കാണെങ്കിൽ ഭയങ്കര ചിരിയും വരികയാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ലാവണ്യ ശ്രുതിയേയും കണ്ണുമിടിച്ച് നോക്കിക്കിട്ട് അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ദീപ്തിയോട്, ചേച്ചി നമുക്ക് ഏതായാലും പോകണ്ടേ, ഒരുപാട് സമയമായില്ലേ? ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തി എല്ലാവരോടും യാത്ര ചോദിക്കാനായിട്ട് പോവുകയാണ്. അപ്പം അഞ്ജലിയോട് യാത്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളേതായാലും ഈ പൂജയിൽ പങ്കെടുത്തല്ലോ, അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇനി എപ്പോഴെങ്കിലും നമുക്ക് കാണാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഇപ്പം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് മനോരമയും പറയുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പോവുകയാണ്. അപ്പം നമ്മുടെ കുഞ്ഞൻ വീണ്ടും അഞ്ജലിയോട് പറയാണ്, ചേച്ചി വ്രതം മുറിക്കുക ചേച്ചി, പൂജ ആരംഭിക്കുക ചേച്ചി. ഇല്ല, യാതൊരു കാരണവശാലും ഞാൻ വ്രതം മുറിക്കില്ല. ഞാൻ ഏട്ടൻ വരാതെ ഞാൻ വ്രതം മുറിക്കില്ല എന്ന് പറഞ്ഞില്ലേ കുഞ്ഞാ. ഞാനങ്ങനെ വ്രതം മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് ശക്തി ഇല്ലാതായി പോവും. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ഏട്ടൻ ഇവിടെ എത്തും, അതെനിക്ക് വിശ്വാസമുണ്ട് എന്ന് അഞ്ജലി പറയുകയാണ്. അങ്ങനെയല്ല ഇവരിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വരുന്നു ശ്യാമ മറ്റൊരു രൂപത്തിൽ. ഈ കാലിൽ ഞൊണ്ടലോട് കൂടി തന്നെയാണ് നമ്മുടെ ശ്യാമ അവിടെ എത്തുന്നത്. പക്ഷേ ശ്യാമിൻ്റെ പേര് അവിടെ വേറൊരു പേരായിട്ടാണ് ഇതാക്കുന്നത്. വലിയൊരു കുടുംബത്തിലൊരാളായിട്ട് നല്ല ജുബയും ഇതൊക്കെ കൊടുത്തിട്ട് പാൻറ്റൊക്കെ കൊടുത്തിട്ട് കഴുത്തിലൊക്കെ കുറേ സ്വർണ്ണമാലയൊക്കെ ഇട്ട് നേരെ ഒരു രാജകുമാരനെ പോലെയാണ് ശ്യാമ അവിടെ എത്തുന്നത്. അപ്പോൾ ശ്യാമിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഞ്ജലിക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അഞ്ജലി ഈ ശ്യാമിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും ഏട്ടൻ എത്തിയല്ലോ, ഏട്ടൻ എത്തിയത് എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഏട്ടാ. ഏട്ടൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ വരാതിരിക്കും എൻ്റെ രാജകുമാരിയുടെ അടുത്ത്? എൻ്റെ രാജകുമാരി ഒരുപാട് ക്ഷീണിച്ചു പോയില്ലേ, എൻ്റെ രാജകുമാരിക്ക് വ്രതം മുറിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലിയെ ചേർത്ത് പിടിക്കുകയാണ് ഈ ശ്യാമ്. പക്ഷേ അവിടെ എന്താണ് പേര് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതുവരെയായിട്ടും അറിയില്ല, അവിടെ പറഞ്ഞിട്ടുമില്ല. അഞ്ജലിയെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ്. ഇനി ഏതായാലും വ്രതമെല്ലാം അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ശ്യാം ഇങ്ങനെ ഞൊണ്ടി നടക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ ഏട്ടൻ്റെ കാലിന് എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ്. നമ്മുടെ അഞ്ജലിയും അതേപോലെ തന്നെ അശ്വിനിയും കൂടി ചോദിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ചെറിയൊരു ആക്സിഡൻറ്റ് കുറച്ച് ദിവസമായി ഇപ്പം മാറി തുടങ്ങുന്നുണ്ട്.
ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറേ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാം. ഏതായാലും എൻ്റെ അഞ്ജലിക്കുട്ടി വ്രതം മുറിക്കാനായിട്ട് നോക്ക് എന്നും പറഞ്ഞ് ചന്ദനക്കുറിയെല്ലാം തൊട്ട് കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ ദീപ്തി ഒരു ഓട്ടോറിക്ഷ വിളിക്കുകയാണ്. ഓട്ടോറിക്ഷയിലേക്ക് കയറാൻ പോയി തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി വീണ്ടും താലെടുക്കാനായിട്ട് മറന്നു. അയ്യോ ചേച്ചി, എൻ്റെ താലെടുത്തില്ലേ ചേച്ചി, ഓ ഇവളുടെ ഒരു കാര്യം ചേച്ചി, ഞാൻ പെട്ടെന്ന് എടുത്തിട്ട് വരേച്ചി, അല്ലെങ്കിൽ പ്രശ്നവും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ആ പൂജ നടക്കുന്ന ശ്യാമിൻ്റെ അടുത്തേക്ക് ഓടി പോവുകയാണ്. അങ്ങനെ ശ്രുതി അമ്പലത്തിൻ്റെ ആ നടയിലേക്ക് കയറാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്യാമ് നമ്മുടെ അഞ്ജലിക്ക് പ്രസാദമൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കുകയാണ്. ശ്യാമനും ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ വ്രതം അവസാനിപ്പിക്കുകയാണ്. അപ്പോഴാണ് ശ്രുതി നേരെ അങ്ങോട്ട് നടയിലേക്ക് കയറി വരുന്നത്. ശ്രുതി അങ്ങോട്ട് കയറി വന്നതും ഈ ആകാശ് താലം എടുത്തുകൊണ്ട് പുറത്തേക്ക് ചെല്ലുകയാണ്. ആഹാ, ശ്രുതി വന്നോ, വീണ്ടും താലം മറന്നു പോയല്ലേ. ഇത് താലം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ശ്രുതിയുടെ താലമാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. ഏതായാലും താങ്ക് യു സാറേ, ആകാശ് സാറേ, ഞാൻ വീണ്ടും മറന്നുപോയതാണ്. സാരമില്ല, ഏതായാലും ഓർത്തിട്ട് ഇങ്ങോട്ട് വന്നല്ലോ, അതന്നെ മഹാഭാഗ്യം. എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ. ദേ അഞ്ജലി ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, പരിചയപ്പെടണോ? വേണ്ട, ഏതായാലും ഇപ്പം വേണ്ട. പിന്നെ ചേച്ചി അവിടെ ഓട്ടോറിക്ഷയിൽ വെയിറ്റ് ചെയ്യുകയാണേ, പിന്നെ ഒരു ദിവസം ആവാം. ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി താലം മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ അപ്പോൾ ശ്യാമിനെ അവിടെ കണ്ടിരുന്നെങ്കിൽ പണി പാളിയാനായിരുന്നു. അങ്ങനെ നമ്മുടെ ശ്രുതി നേരെ താലോട്ട് ചെല്ലുകയാണ്. താലം കിട്ടിയോ എന്ന് ദീപ്തിയും ചോദിക്കുകയാണ്. കിട്ടിപ്പെട്ട് നമുക്ക് ഓട്ടോറിക്ഷയിലേക്ക് കയറാം എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടോറിക്ഷയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ദീപ്തിയോട്, അതെ അഞ്ജലി ചേച്ചിയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ദീപ്തിയാണെങ്കിൽ എങ്കിൽ നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോയാലോ? ഇപ്പം ഏതായാലും സമയം ആയില്ലേ, അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഭയങ്കരമായിട്ടും വഴക്ക് പറയും, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ചെല്ലാം എന്നും പറഞ്ഞിട്ട് ഇവർ ഓട്ടോറിക്ഷയ്ക്ക് പോവുകയാണ്. ദേ വരുന്നു നമ്മുടെ ശ്യാമും ശ്യാമിൻ്റെ ഭാര്യ അഞ്ജലിയും കൂടി ചേർന്ന് എല്ലാവരും കൂടി വരികയാണ്. പക്ഷേ ഇവർ തമ്മിൽ പരസ്പരം കാണുന്നുമില്ല. അപ്പോൾ മനോരമ പറയുകയാണ്, ഏതായാലും അഞ്ജലി മോനും കൂടി വണ്ടി കയറി പോയിക്കും, ഞങ്ങൾ പിന്നാലെ വന്നോളാം. അങ്ങനെ അഞ്ജലിയും ശ്യാമും കൂടി നേരെ വണ്ടി കയറി പോവുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് അഞ്ജലി ശ്രുതിയും അതേപോലെ തന്നെ ദീപ്തിയും കൂടി വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, ദേ എല്ലാം നല്ല ഭംഗിയായിട്ട് അവസാനിച്ചു. ദേ അമ്മായി, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്, എനിക്കിപ്പോൾ എന്തെങ്കിലും കഴിക്കണം. എൻ്റെ ശ്രുതി, നീ വന്ന് കയറിയതല്ലേ ഉള്ളൂ, നിൻ്റെ വയറ്റിലെന്താ കോഴിക്കുഞ്ഞുണ്ടോ ഇത്ര പെട്ടെന്ന് വിശക്കാനായിട്ട്? ആഹാ, അത് കൊള്ളാലോ, ഈ താലം കൊണ്ട് പിടിച്ചേ, എനിക്ക് വിശന്നിട്ട് ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഓടുകയാണ്. ഈ തള്ളക്കാണെങ്കിൽ ഭയങ്കര ചിരിയും വരികയാണ്. ഏതായാലും ദീപ്തി, നീയും വ്രതം പിടിച്ചല്ലേ, നിനക്കെന്താ വിശക്കുന്നതല്ലേ? ഞാൻ പിന്നെ സഹിച്ചു നിൽക്കും. പിന്നെ ശ്രുതിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ അമ്മായി, ശ്രുതിയുടെ കാര്യം അമ്മായിക്ക് നന്നായിട്ട് തന്നെ അറിയാലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത്? അങ്ങനെ ഒരു ചപ്പാത്തിയുടെ പ്ലേറ്റ് അങ്ങനെ എടുത്ത് വെച്ചിട്ട് 1 2 3 പറഞ്ഞ് ചപ്പാത്തി ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ശ്യാം സാറ് വന്നായിരുന്നോ? അന്തന്നീഷ് ഇപ്പം ശ്യാമിനെ കുറിച്ച് ചോദിക്കുന്നത്. അല്ല, ശ്യാം സാറിന് വിളമ്പി വെച്ചിട്ട് ബാക്കിയെല്ലാം എനിക്ക് കഴിക്കാമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ അമ്മായി മനസ്സിൽ ചിന്തിക്കുകയാണ്. കണ്ടില്ലേ, വ്രതം എടുപ്പിച്ചതിന് ഫലമുണ്ടായി. അവള് ശ്യാമിന് വിളമ്പി വെച്ചിട്ട് കഴിക്കാമെന്ന് വരാൻ പറഞ്ഞത് കേട്ടില്ലേ? അപ്പോൾ ഫലം ഉണ്ടായി എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അമ്മായി നിൽക്കുന്നത്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത ഇവനെ കാത്തിരിക്കുക. അപ്പോൾ ശ്യാമും ഈ അഞ്ജലിയുടെ ഭർത്താവും ഒന്ന് തന്നെയാണ്, ഇവിടെ തെളിഞ്ഞിരിക്കുകയാണത്. അപ്പോൾ ഇനിയുള്ള എപ്പിസോഡുകളും അടിപൊളി തന്നെയായിരിക്കും. അടിപൊളി എപ്പിസോഡിനോട് കാത്തിരിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.